തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഡിസംബർ 11 ബുധനാഴ്ച തോമാപുരം ചിറ്റാരിക്കൽ ദിവ്യകാരുണ്യ നഗറിൽ തുടക്കമാകും. കോൺഗ്രസിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നുവെന്ന് തോമാപുരം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം അറിയിച്ചു. സെയിൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി മംഗലപ്പുഴ പ്രൊഫസർ, അതുപോലെ തന്നെ വെരി റവറൻഡ് ഡോക്ടർ ഫ്രീജോ പാറക്കൽ, വൈസ് റെക്ടർ ആൻഡ് പ്രൊഫസർ, മേരിമാത മേജർ സെമിനാരി തൃശ്ശൂർ എന്നിവരാണ് ഈ ദിവ്യകാരുണ്യ പഠന ശിബിരത്തിൻ്റെ സെഷൻസ് നയിക്കുക. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായി, അതിശയകരമായി, കണ്ണിന് ആനന്ദകരമായി തോന്നുന്ന ദിവ്യകാരുണ്യ എക്സിബിഷൻ്റെ ലൈവ് ഷോയാണ് നടക്കുന്നത്. മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങൾ, അത് ജനനം മുതൽ തിരുവുദ്ധാനം വരെ ലൈവായിട്ട് ദിവ്യകാരുണ്യ നഗറിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, സ്റ്റേജുകളിൽ ഷോ ചെയ്യും. ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ പരസ്യ ജീവിതം, അതുപോലെ തന്നെ ഈശോയുടെ അന്ത്യത്താഴം, പീഡാസഹനം, കുരിശുമരണം, തിരുവുദ്ധാനം എന്നിവയാണ് പ്രധാനമായിട്ട്. അതിനോടൊപ്പം തന്നെ ഇതേ തീമിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ മിശിഹാ രക്ഷാകര രഹസ്യങ്ങളുടെ സന്ദേശം അറിയിച്ചുകൊണ്ട് 4 ഡാൻസുകളും ദിവ്യകാരുണ്യ നഗറിൻ്റെ ചുറ്റുമുള്ള സ്റ്റേജുകളിൽ നടക്കും. അതിനുശേഷമാണ് ആയിരങ്ങൾ അണിചേരുന്ന ദിവ്യകാരുണ്യ പ്രദർശനം നടക്കുന്നത്. ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ മുമ്പിലായി 1500 പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യ കുർബാന ഡ്രസ്സിൽ പൂത്താലങ്ങളേന്തി, തിരികളേന്തി അണിനിരക്കും. അതോടൊപ്പം തന്നെ 50ഓളം പേർ ദീപക്കാഴ്ചകളേന്തി, അതുപോലെ തന്നെ 50 ധൂപക്കുറ്റികളേന്തി വൈദിക വിദ്യാർത്ഥികൾ, 50 കൈമണികൾ ഏന്തി അൾത്താര ബാലന്മാർ എന്നിവർ ദിവ്യകാരുണ്യ പല്ലക്കിൻ്റെ മുൻപിലായി അണിനിരക്കും. 1500 അമ്മമാർ മുത്തുക്കുടകളേന്തി വീതിയുടെ ഇരുവശങ്ങളിലായി നിൽക്കുന്നതിൻ്റെ മധ്യയാണ് ദിവ്യകാരുണ്യം പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ 12 അപ്പസ്തോലന്മാരും 12 മൂപ്പന്മാരും ചേർന്ന് വഹിക്കുന്ന ദിവ്യകാരുണ്യ പേടകം, അതിൻ്റെ മാതൃകയിലാണ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടിയിലധികം ഉയരമുള്ള ഈ പേടകം അഭിവന്യ പിതാവും മറ്റും 23 വൈദികരും തിരുവസ്ത്രങ്ങളെ അണിഞ്ഞ് സംവഹിക്കുന്നു. 2 ലൈനായി ദിവ്യകാരുണ്യ പേടകത്തെ പ്രാർത്ഥനാപൂർവ്വം അനുഗമിക്കുന്നു. അതിന് പിന്നിലായിട്ടാണ് അതിരൂപതയുടെ എല്ലാ ഇടവകളിൽ നിന്നും എത്തിച്ചേരുന്ന ഡെലഗേറ്റ്സ് എല്ലാവരും വെള്ള വസ്ത്രത്തിലായിരിക്കും. അവർ ദിവ്യകാരുണ്യ പ്രദർശനത്തെ അനുഗമിക്കും. ഇതിന് പിന്നിലായി വിശ്വാസിഗണം മുഴുവൻ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ അണിചേർന്ന് ആരാധനയോടെ ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കുചേരുകയാണ്. ഈ ദിവ്യകാരുണ്യ പ്രദർശനം ഏകദേശം 6:45 ആരംഭിച്ച് 8:45 നമ്മുടെ പന്തലിലേക്ക് തിരികെ എത്തും. അവിടെ വെച്ച് അഭിവന്യ പിതാവ് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സകല ജനങ്ങൾക്കും നൽകും. അതോടുകൂടെ തലശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പറഞ്ഞ ദൈവകൃപയുടെ, അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, അത്ഭുതങ്ങളുടെ ഈ മഹാസംഭവം അവസാനിക്കും. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ദിവ്യകാരുണ്യ നഗറിലേക്ക്, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലിലേക്ക്, തോമാപുരത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് ഈ ദിവ്യകാരുണ്യ കൺവെൻഷനിലും വിവിധ പരിപാടികളിലും പങ്കെടുക്കാനായിട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.